നമസ്കാരം. പശ്ചിമേഷ്യയെ വീണ്ടും ഒരു യുദ്ധഭീതിയിലാഴ്ത്തിക്കൊണ്ട് ഹോർമൂസ് കടലിടുക്കിലെ സൈനിക നീക്കങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇറാനും അമേരിക്കയും ധാരണയിലെത്തിയിരിക്കുകയാണ്. പരസ്പരം നടത്തുന്ന ആക്രമണങ്ങൾ നിർത്തിവെക്കാനും ചൊവ്വാഴ്ച ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ അടിയന്തര ചർച്ചകൾ പുനരാരംഭിക്കാനുമാണ് ഇരുപക്ഷവും നിലവിൽ സമ്മതിച്ചിരിക്കുന്നത്. മുൻപ് സ്വിറ്റ്സർലൻഡിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന സാങ്കേതിക നയതന്ത്ര ചർച്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങൾ മേഖലയിലുണ്ടായ കടുത്ത സൈനിക സംഘർഷത്തെ തുടർന്ന് ഖത്തറിലേക്ക് മാറ്റിയതും ചർച്ചാ വിഷയം ഹോർമൂസ് പ്രതിസന്ധി മാത്രമായി ചുരുക്കിയതും. തൽക്കാലത്തേക്ക് ഇരുവിഭാഗവും പിൻവാങ്ങുകയാണ് എന്ന് വാണിജ്യ കപ്പലുകൾക്ക് തടസ്സമില്ലാതെ കടന്നു പോകാമെന്നും US വക്താക്കൾ സ്ഥിരീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാറും ഈ മാസം ഒപ്പുവെച്ച തന്ത്രപ്രധാനമായ ധാരണാപത്രവും നിലനിൽക്കുകയാണെന്നും ഗൾഫ് മേഖലയിൽ വീണ്ടും യുദ്ധപ്രതീതി ഉയർന്നത്. അതായത് ഈ കരാർ ഇപ്പോഴും നിലവിലുള്ളപ്പോഴാണ് വീണ്ടും ഒരു യുദ്ധപ്രതീതി വന്നത്. ഞായറാഴ്ച നടക്കേണ്ടിയിരുന്ന സാങ്കേതിക ചർച്ചകളിൽ നിന്നും ഇറാൻ ഏകപക്ഷീയമായി പിന്മാറിയതാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണമായത്. ഈ മാസം ഒപ്പുവെച്ച ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ അമേരിക്ക പാലിച്ചില്ലെന്നും തങ്ങളുടെ മരവിപ്പിച്ച സാമ്പത്തിക ഫണ്ടുകൾ ലഭ്യമാക്കുന്നതിൽ ഉറപ്പ് ലഭിക്കാത്തതിനാണ് പിന്മാറ്റമെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവിന്റെ ഓഫീസ് വ്യക്തമാക്കുന്നത്. സമാധാന ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും സാമ്പത്തിക ഉപരോധങ്ങൾ ഇളവ് നേടുകയാണ് ഇറാന്റെ തന്ത്രമാണെന്നും ഇതിലൂടെ വ്യക്തമാകുന്നു. ആഗോളതലത്തിൽ വിതരണം ചെയ്യുന്ന എണ്ണയുടെയും ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെയും 1/5 കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്കിന്മേൽ പൂർണ്ണമായ മേധാവിത്വം സ്ഥാപിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. മുൻപ് നിലവിലില്ലാത്ത ഈ തരം നിയന്ത്രണങ്ങളിൽ ആഗോള ഊർജ വിപണിയെയും പടിഞ്ഞാറൻ രാജ്യങ്ങളെയും ഒരുപോലെ സമ്മർദ്ദത്തിലാക്കാൻ ടെഹ്റാന് കഴിയുന്നുണ്ട്. അന്താരാഷ്ട്ര സമുദ്ര നിയമപ്രകാരം ഒമാനും ഇറാനും ചേർന്നാണ് ഈ ജല അതിർത്തി പങ്കിടുന്നത് എങ്കിലും കപ്പലുകളുടെ സുഗമമായ യാത്ര തടയാനോ നികുതി ഈടാക്കാനോ ഇരു രാജ്യങ്ങൾക്കും യാതൊരുവിധ അവകാശവുമില്ല. എന്നാൽ നിലവിലെ യുദ്ധാന്തരീക്ഷം മുതലാക്കി കപ്പൽ ഗതാഗതം തങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്നാണ് ഇറാൻ, അതായത് തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനാണ് ഇറാന്റെ നീക്കം. ഇറാന്റെ ഭീഷണികളെ അവഗണിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡസൻ കണക്കിന് കപ്പലുകൾ ഒമാൻ തീരത്തെ സുരക്ഷിത പാതയിലൂടെയാണ് യാത്ര ചെയ്തത്. കപ്പലുകൾക്ക് നേരെ ഇറാൻ തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങൾക്ക് മറുപടിയായി US സെൻട്രൽ കമാൻഡർ ഇറാന്റെ 10 സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ കടുത്ത വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇതിന് കടുത്ത തിരിച്ചടിയാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നൽകിയത്. കുവൈറ്റിലെയും ബഹ്റിനിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ വർഷം നടത്തുകയും ചെയ്തു. അമേരിക്കൻ താവളങ്ങൾ വരും ദിവസങ്ങളിൽ നരകതുല്യമാകുമെന്നും IRGCയുടെ പരസ്യ മുന്നറിയിപ്പ് ഗൾഫ് മേഖലയെ ഭീതിയുടെ നിഴലിലാക്കി. തങ്ങളുടെ മണ്ണിൽ US താവളങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണത്തെ കുവൈറ്റും ബഹ്റിനും കടുത്ത ഭാഷയിൽ അപലപിക്കുകയും ചെയ്തു. ഹോർമൂസ് കടലിടുക്കിന്റെ കാര്യത്തിൽ ഇറാനെ മറികടന്നുള്ള ഒരു സുരക്ഷാ ക്രമീകരണവും അനുവദിക്കില്ല എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജി വ്യക്തമാക്കുന്നത്. പുതിയ പാതകളോ സംവിധാനങ്ങളോ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുമെന്നും കടലിടുക്ക് തുറക്കുന്നത് വൈകാൻ മാത്രമേ ഉപകരിക്കൂ എന്നുമാണ് ഇറാന്റെ നിലപാട്. ഇറാന്റെ പരമോന്നത നേതാവിന്റെ ഉപദേശകൻ മുഹമ്മദ് മുഹമ്മർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചതും ഇറാന്റെ ഈ കടുത്ത നിലപാടിന് അടിവരയിടുന്നുണ്ട്. ഹോർമൂസിൽ ഇറാൻ നിയന്ത്രണം തുടരുന്നിടത്തോളം അമേരിക്കയുടെ പശ്ചിമേഷ്യൻ അധിനിവേശ മോഹങ്ങൾ നടപ്പിലാകില്ല എന്നാണ് ഈ പ്രസ്താവന വ്യക്തമാക്കുന്നത്. ദോഹയിൽ നാളെ നടക്കാനിരിക്കുന്ന ചർച്ചകൾ പശ്ചിമേഷ്യയുടെ സമാധാനത്തിന് നിർണായകമാണ്. ഹോർമൂസ് കടലിടുക്കിന്റെ ഭാവി ഭരണം ഒമാനും മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായി ചർച്ച ചെയ്ത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിധേയമായി തീരുമാനിക്കാമെന്നാണ് ധാരണാപത്രത്തിൽ പറയുന്നുണ്ട് എങ്കിലും പ്രായോഗിക തലത്തിലെത്തുമ്പോൾ ഇറാൻ അത് എത്രത്തോളം അനുവദിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. ചർച്ചകൾ പരാജയപ്പെട്ടാൽ IRGC കപ്പലുകൾക്കുമേൽ കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും ഇത് വിപണിയെ പൂർണ്ണമായി നിശ്ചലമാക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ദോഹയിൽ നടക്കുന്ന ചർച്ചകൾക്കായി ഇരു രാജ്യങ്ങളുടെയും ഉന്നതതല പ്രതിനിധികൾ ഖത്തറിലേക്ക് തിരിച്ചു കഴിഞ്ഞു എന്നാണ്.